വെൽക്കം ടു അവർ ക്ലാസ്. ഇന്ന് നമുക്ക് പാഠം 5 പഠന പ്രവർത്തനങ്ങൾ നോക്കാം. എല്ലാവരും പാഠപുസ്തകം തുറക്കുക. പേജ് നമ്പർ 20. പേജ് നമ്പർ 20-ലെ 4 തുടങ്ങിയുള്ള പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ശരിയായ ഉത്തരം എടുത്തെഴുതുക. മേഘമഴ എങ്ങനെയുള്ളതാണ്? ബ്രാക്കറ്റിൽ 3 ഉത്തരം തന്നിട്ടുണ്ട്. മുഴക്കമുള്ളത്, തോരാത്തത്, ആദ്യം പെയ്യുന്നത്. എന്താണ് ഉത്തരം? മേഘമഴ എങ്ങനെ ഉള്ളതാണ്? കവിതയിൽ നമ്മൾ പഠിച്ചതാണ്. മേഘമഴ എങ്ങനെയുള്ളതാണ്? മുഴക്കമുള്ളത്, തോരാത്തത്, ആദ്യം പെയ്യുന്നത്. ഏതാണ് ഉത്തരം? തോരാത്തത് അല്ലേ? മേഘമഴ എങ്ങനെയുള്ളതാണ്? തോരാത്തത്. അടുത്തത് 5-ാമത്തെ ചോദ്യം. ഉത്തരം എഴുതുക. മദ്ദളമേളം പോലെ വരുന്ന മഴ ഏതാണ്? തുലാമാസത്തിലെ മഴയാണ് മദ്ദളമേളം പോലെ വരുന്ന മഴ. ഏത് മഴയാണ് മദ്ദളമേളം പോലെ വരുന്നത്? തുലാമാസത്തിലെ മഴയാണ് മദ്ദളമേളം പോലെ വരുന്ന മഴ. അടുത്ത ചോദ്യം. കുംഭമഴ ഏതുപോലെയാണ് വരുന്നത്? കുംഭമഴ തബലധ്വനി പോലെയാണ് വരുന്നത്. കവിത കൂടുതൽ വായിച്ചവർക്ക് വേഗം ഉത്തരം കിട്ടും. കുംഭമഴ തബലധ്വനി പോലെയാണ് വരുന്നത്. അടുത്തത് മാതൃക പോലെ എഴുതുക. 6th one. മാതൃക. തുടിനാദം, തുടിയുടെ നാദം. അതുപോലെ മഴനാദം. എങ്ങനെയാണ് മഴനാദം എഴുതുക? മഴയുടെ നാദം. അടുത്തത് മദ്ദളനാദം. അതെങ്ങനെയാണ്? മദ്ദളത്തിൻ്റെ നാദം. നെക്സ്റ്റ് തബലധ്വനി. അതെങ്ങനെയാണ്? തബലയുടെ ധ്വനി. അപ്പം മാതൃക പോലെ എഴുതലിൽ ചോദ്യം തന്നിരിക്കുന്നത് പോലെ ഉടേ എന്ന് ചേർത്തേക്കുന്നത് തുടിയുടെ നാദം, മഴയുടെ നാദം, തബലയുടെ ധ്വനി. ബാക്കി മദ്ദളനാദത്തിനെ ഉടേ ചേർത്ത് എഴുതില്ല, മദ്ദളത്തിൻ്റെ നാദം എന്നാണ് എഴുതുക. അപ്പം അത് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അടുത്തത് വാക്കുകൾ പിരിച്ചെഴുതുക. മാതൃക. തുലാത്തിലെ ആദ്യമഴ. അതെങ്ങനെയാണ് പിരിച്ചെഴുതിയിരിക്കുന്നത്? പ്ലസ് ഇട്ടിട്ടില്ല, കോമ ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. തുലാത്തിലെ കോമ ആദ്യ കോമ മഴ. ഇതുപോലെ അടുത്ത ചോദ്യം. നല്ലൊരിടക്കയിലെ തേൻ. അതെങ്ങനെയാണ് എഴുതുക? നല്ല ഒരു ഇടക്കയിലെ തേൻ. ഇതിൽ നല്ലൊരി എന്നതിനെ 2 വാക്കൊക്കെ എഴുതി. നല്ല ഒരു. ഇടക്കയിലെ തേൻ അതിനെയും 2 വാക്കാക്കി എഴുതി. ഇടക്കയിലെ. പിന്നെ തേൻ. തേൻ ചോദ്യത്തിൽ കൂട്ടക്ഷം താഴെയാണ്, ഉത്തരം എഴുതിയപ്പോൾ ഒറ്റക്ഷം താഴെയാണ്. അടുത്തത് ചാരത്തിനിയൊരു. ചാരത്ത് ഇനി ഒരു. ഇവിടെ ഒരു എഴുതിയതിലൊരു തെറ്റുണ്ട്. നീ എന്നുണ്ട്, അത് വേണ്ട കേട്ടോ. ചാരത്തിനിയൊരു. അവിടെ ടീച്ചർ ഇപ്പോഴാണ് അത് കണ്ടത്, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. അവിടെ കെട്ടുവള്ളി ഇല്ല, നീ എന്നാണ്. ചാരത്ത് കോമ ഇനി കോമ ഒരു. അങ്ങനെ എഴുതാം. ഇത് എവിടെയാണ് ഇതൊക്കെ എഴുതേണ്ടത്? ടെക്സ്റ്റ് പുസ്തകത്തിൽ വൃത്തിയായി പെൻസിൽ കൊണ്ട് എഴുതണം. അടുത്തത് ഒറ്റ വാക്ക് എഴുതുക. പേജ് നമ്പർ 21 കേട്ടോ. ഒറ്റ വാക്ക് എഴുതുക.
8th ക്വസ്റ്റ്യൻ. ഉദ്യാനത്തിലെ ദേവത. ഉദ്യാന ദേവത. അവിടെയും എഴുതി പ്രിൻ്റ് എടുത്തപ്പോൾ ഒരു തെറ്റുണ്ട്. ധ ഇവിടെ ടെക്സ്റ്റിൽ എഴുതിയ പോലെ എഴുതാട്ടോ. ധ ഒരു കൂട്ടക്ഷൻ ധായി അല്ല, ടീച്ചർ എഴുതിയതിൽ തെറ്റാണ്. ഉദ്യാന ദേവത അത് ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള പോലെ എഴുതാം. അടുത്തത് കുംഭത്തിലെ മഴ. അതിൻ്റെ ഒറ്റവാക്ക് കുംഭമഴ. മേഘത്തിൽ നിന്നുള്ള മഴ മേഘമഴ. അപ്പോൾ ടീച്ചർ എഴുതിയതിൽ തെറ്റ് നോട്ട്സ് വിടുമ്പോൾ ശരിയാക്കി എഴുതാം. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. അപ്പോൾ ഇത്രയും വാക്കുകൾ ഒറ്റ വാക്ക് എഴുതുക. മുന്നേ പറഞ്ഞ വാക്കുകൾ പിരിച്ചെഴുതുക. മാതൃക പോലെ എഴുതുക. ഉത്തരം എഴുതുക. ശരിയായ ഉത്തരം എടുത്തെഴുതുക. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ വൃത്തിയായി പെൻസിൽ കൊണ്ട് എഴുതുക. 5 times എഴുതി പഠിക്കുക ഉത്തരങ്ങൾ. ചോദ്യം ഒരു പ്രാവശ്യം, ഉത്തരം 5 times എഴുതുക. അക്ഷരദീപം 2 പേജ് എഴുതുക. ടീച്ചർ ഗൂഗിൾ മീറ്റിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് എഴുതാം. മടി കളയണം. ഇന്നത്തെ അസസ്മെൻ്റൊക്കെ എങ്ങനെയുണ്ടായി? എല്ലാവരും നന്നായി എഴുതിയോ? ഗുഡ് മാർക്ക് കിട്ടി എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു.